ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അങ്ങനെ ബിഗ് ബോസിൻ്റെ 7th സീസണിലേക്ക് രേണുസുതി പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് കുറേയധികം ഉടായ്പകൾ പൊളിയും, അതിന് കാരണക്കാരി അനുമോളായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും അതിൻ്റെ തുടക്കം അനുമോൾ ഇന്നിട്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഇവർ ഒരു ഹെയർ ഫിക്സ് നടത്തിയിട്ടുണ്ടായിരുന്നു രേണുസുതി. അങ്ങനെ അത് ഹെയർ ഫിക്സ് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അതൊരു ചർച്ചയായിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസിനുള്ളിൽ. കാരണം രേണുസുതിയോട് ചേച്ചി കുളിച്ചില്ലേ എന്ന് അനുമോള് ചോദിക്കുമ്പോൾ ഞാൻ ആഴ്ചയിലൊരിക്കൽ തല നനയ്ക്കൂ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹെയർ ഫിക്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്നവരൊക്കെ അങ്ങനെ എപ്പോഴും തല നനയ്ക്കാറില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. പക്ഷേ അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴത്തേക്ക് ഇതാണ് ഈ ഹെയർ ഫിക്സ് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യമൊക്കെ അനുമോളോട് പറഞ്ഞു. അങ്ങനെ എന്നപ്പോഴത്തേക്ക് അനുമോള് ചോദിച്ചു, ചേച്ചി ഇതിന് എത്ര രൂപയായെന്ന് ചോദിച്ചപ്പോൾ എടി ഇത് കൊളാബാന്ന് പറഞ്ഞു. അനുമോള് മിക്ക ബ്രാൻഡിനെ കൊളാബ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് കാണാവുന്നതാണ്. അങ്ങനെയുള്ള അനുമോളോടാണ് പറയുന്നത് 60,000 രൂപയുടെ ഒരു പ്രോഡക്റ്റിൻ്റെ കൊളാബാണിതെന്ന്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലോ യൂട്യൂബ് ചാനലിലോ ഇതുവരെ ആ ഒരു കൊളാബിൻ്റെ ആഡ് ഞാനൊന്നും കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിനകത്ത് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ പറഞ്ഞ ശേഷം അനുമോള് തിരിഞ്ഞ ഉടനെ കൊളാബ് എന്ന രീതിയിൽ പയ്യെ പറഞ്ഞ് ഒരാക്കുന്ന രീതിയിൽ പറഞ്ഞു. കാരണം അനുമോൾക്കറിയാം അത്രയും രൂപയുടെ ഒരു പ്രോഡക്റ്റിനൊന്നും കൊളാബ് ഒന്നും ആരും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അതിനുള്ള ഇത് കേപ്പബിലിറ്റി ഒരു സ്റ്റാർഡം ഒന്നും ഈ രേണുസുതിക്ക് ഇല്ല എന്നുള്ള വാസ്തവവും അനുമോൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ അത് അങ്ങനെ രീതിയിലൊരു പൊളിച്ചു വിട്ടത്. അനുമോൾ ഇത്രയധികം സ്റ്റാർഡം അത്യാവശ്യം സ്റ്റാർഡുള്ളൊരു ആക്ട്രസ്സാണ്. അവർക്ക് പോലും ഇത്രയും വലിയ എമൗണ്ടിൻ്റെ ഇത് കൊളാബൊന്നും കിട്ടിയിട്ടില്ല. അതാണ് കൊളാബ് കിട്ടുന്നവരെല്ലാവരും, അതിപ്പോൾ സാധാരണ നോർമൽ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും അവരതിൻ്റെ ഡീറ്റെയിൽസ് ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് ഒരു ആഡ് അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നമ്മുടെ ഫോളോവേഴ്സിന് നൽകുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇവർ ഇതിനെക്കുറിച്ച് ചെയ്തില്ല. പിന്നെ ഇവർക്ക് ഈ ഹെയർ ഫിക്സ് ചെയ്ത് നൽകിയ കമ്പനി അവരൊരു 60,000 രൂപയുടെ ബില്ല് ആദ്യമേ ഒന്ന് പുറത്തേക്ക് ഇറക്കിയായിരുന്നു. അതിനുശേഷം അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ കൊളാബാന്ന് പറയാൻ കാരണം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബാഗ് മേടിക്കാൻ കാശില്ല, വീട്ടിൽ റേഷനരി ഉപയോഗിച്ചാണ് കഞ്ഞി വെക്കുന്നതെന്നൊക്കെ. എൻ്റെ വീട്ടിലും റേഷനരി ഉപയോഗിച്ചാണ് കഞ്ഞി വെക്കാറുള്ളത് ഇടയ്ക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഒന്നും പറയുന്നില്ല. അത് നല്ല അരിയുമാണ്, ഉള്ള കാര്യം പറയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവർ ഈ 60,000 രൂപയുടെ ഹെയർ ഫിക്സ് നടത്തി എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതിനെതിരെ രംഗത്ത് വരും എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു കൊളാബ് എന്ന കള്ളത്തരം പറഞ്ഞത്. അത് അനുമോൾ കൃത്യമായിട്ട് പൊളിച്ചിട്ടുണ്ട്. പിന്നെ രേണുസുതി തന്നെ ഇന്ന് അവരുടെ ഒരു കള്ളത്തരം പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവർ വരുന്ന സമയം ഇവർ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്തത്. ഇവർ അവിടെ കയറി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് തിരിച്ച് ഇറങ്ങാൻ നേരത്ത് സീറ്റ് ബെൽറ്റ് ഊരുവാൻ തനിക്കറിയാൻ പറ്റിയില്ല. അത് ഒരു അമ്മച്ചിയാണ് ഹെൽപ്പ് ചെയ്തതെന്നാണ് ഇവർ പറഞ്ഞത്. ഇവർ തന്നെ സ്റ്റാർ മാജിക്കിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രം എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേയധികം എയർപോർട്ടുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഏവിയേഷൻ കോഴ്സ് പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏവിയേഷൻ കോഴ്സ് പഠിച്ച ഒരു വ്യക്തിക്ക് ഇവർ പഠിച്ചിട്ടുണ്ട് എന്ന് ഇവരുടെ സുഹൃത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സംശയം, ഇവർ പഠിച്ച കോഴ്സിന് അത്രത്തോളം പ്രാധാന്യമായി ചിലപ്പോൾ എന്നാൽ ഈ സീറ്റ് ബെൽറ്റ് പോലും ഇടാൻ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആ കോഴ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അത്രത്തോളം വലിയ നിലവാരം കുറഞ്ഞ, അതായത് ഈ ഫീൽഡ് സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എയർപോർട്ടിലെ റൺവേയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഫീൽഡ് സ്റ്റാഫുകളുണ്ട്, ഈ ക്ലിയറൻസും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്ലൈറ്റിനുള്ളിലെ കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടാമെന്നും എങ്ങനെ അഴിക്കാമെന്നും ഫ്ലൈറ്റിലെ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടാം എങ്ങനെ അഴിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും രേണുസുതിക്ക് അറിയത്തില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അവർക്ക് എയർപോർട്ടിലും മറ്റു കാര്യങ്ങളിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അവർ പറഞ്ഞ മറ്റൊരു കള്ളവും കൂടിയാണ് പൊളിഞ്ഞു വരുന്നത്. എന്തായാലും ഇനി വരും കാലങ്ങളിൽ ചേച്ചി പറഞ്ഞ കുറേയധികം തള്ളുകൾ അത് പൊളിഞ്ഞു തുടങ്ങും. എന്തായാലും ഞാനുള്ള കാര്യം പറയാം, ഞാൻ ഇന്നേ വരെ ഈ കഴിഞ്ഞ 1-2 വീഡിയോസിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തത് എനിക്ക് വേറെ പണിയില്ലേ അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളോടൊന്ന് പറയട്ടെ, ഞാൻ ഇന്നേ വരെ ആരും ഇവരെ കളിയാക്കുന്ന ഇവർക്കുള്ള മറ്റൊരു പേര്, അതായത് മല്ലു റാപ്പർ വിളിക്കുന്ന പേര് വിളിച്ച് വരെ ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. ഇവരെ വ്യക്തിപരമായിട്ട് ഞാൻ ഇന്നേ വരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്കിയിട്ടില്ല. അതായത് അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇവരുടെ കയ്യിലിരിപ്പിനുള്ളതെല്ലാം ഞാൻ തുറന്ന് പറയാറുമുണ്ട്. എന്തായാലും ഇനിയും രേണുസുതിയുടെ കള്ളങ്ങൾ ഓരോന്നും വിധം പൊളിയും എന്ന കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഏതായാലും അതൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂസിനേനും കൂടുതൽ എനിക്കിപ്പോൾ കിട്ടുന്ന കണ്ടൻറ്റ് ഈ പുള്ളിക്കാരി കാണിച്ചിരിക്കുന്ന ഓരോ
ഉടായ്പകളും നമ്മുടെ സ്റ്റാർ മാജിക്കിൽ അലിക്കുട്ടി ബിഗ് ബോസിൽ നിന്ന് പൊളിച്ചെടുക്കും. അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഇടുക.